മരജന ഷോർട്ട് മൂവി. ഹോട്ട് ആൻഡ് സോർ എന്റർടൈൻമെന്റ്സ് ഇന്റർനെറ്റ് ചാനൽ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്ന ഹ്രസ്വ സിനിമയാണ് മരജന. വിൻഡോസ് മീഡിയയുടെ ബാനറിൽ AGS നിർമ്മാണവും രചനയും സംവിധാനവും നിർവഹിക്കുന്നു. ഓർമ്മയുണ്ടോ മേള രഘുവിനെ? 1980-ൽ KG ജോർജ് സംവിധാനം ചെയ്ത സർക്കസിന്റെയും സർക്കസുമായി ജീവിക്കുന്നവരുടെയും കഥ പറഞ്ഞ മേള എന്ന സിനിമയിലെ നായകനാണ് മേള രഘു. മേളയിൽ രഘുവിന്റെ സഹനടൻ ഇന്ത്യൻ സിനിമയിലെ ഇന്നത്തെ ഇതിഹാസ താരമായ മെഗാസ്റ്റാർ മമ്മൂട്ടി. ശ്രീനിവാസനും ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. അഞ്ജലി നായിഡു ആയിരുന്നു മേളയിലെ നായിക. തെന്നിന്ത്യയിലെ ആദ്യത്തെ പൊക്കം കുറഞ്ഞ നായകനായിരുന്നു മേള രഘു. അപൂർവ സഹോദരങ്ങൾ എന്ന സിനിമയിൽ ഇതിഹാസ താരം ഉലക നായകൻ കമലഹാസനൊപ്പവും മേള രഘു അഭിനയിച്ചിട്ടുണ്ട്. ഈ മേള രഘു എന്ന കലാകാരന്റെ നടന്റെ ദുരന്തപൂർണമായ ജീവിതകഥ കരളലിയിക്കും വിധം അവതരിപ്പിക്കുകയാണ് സംവിധായകൻ മരജന എന്ന ഹ്രസ്വ സിനിമയിലൂടെ. മേള രഘു സിനിമയിലെത്തിയ വഴി മരജനയിലെ യുവ സംവിധായകൻ എന്ന കഥാപാത്രത്തോട് മേള രഘു പറയുന്ന വിധത്തിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. ജീവിതം വഴിമുട്ടിയ ഒരു യുവ സംവിധായകൻ വഴിയിൽ വെച്ച് മേള രഘുവിനെ കണ്ടുമുട്ടുന്നു. രഘുവിന്റെ ദുരിത ജീവിതം മനസ്സിലാക്കിയ സംവിധായകൻ രഘുവിനെ കുറിച്ച് ഒരു ഡോക്യുഫിക്കേഷൻ തയ്യാറാക്കുന്നു. സത്യത്തിൽ 1980-ൽ ഒരു ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന രഘുവിനെ അന്ന് സംവിധായകൻ KG ജോർജും നടൻ ശ്രീനിവാസനും കണ്ടുമുട്ടുകയും മേളയിൽ നായകനാകാൻ ക്ഷണിക്കുകയും ചെയ്യുകയായിരുന്നു. പ്രശസ്ത ക്യാമറാമാൻ രാമചന്ദ്ര ബാബു ആയിരുന്നു അന്ന് ക്യാമറ ടെസ്റ്റ് നടത്തിയത്. മേളയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെ സഹായത്തോടെയാണ് രഘു അപൂർവ സഹോദരങ്ങൾ എന്ന തമിഴ് സിനിമയിൽ കമലഹാസനോടൊപ്പം അഭിനയിച്ചത്. ഈ സംഭവങ്ങളെല്ലാം മരജന എന്ന ഹ്രസ്വ ചിത്രത്തിലൂടെ പറയുന്നു. മേളയും അപൂർവ സഹോദരങ്ങളും ഒക്കെ ചെയ്തു പ്രശസ്തി നേടിയെങ്കിലും മേള രഘുവിന് പിന്നീട് തികഞ്ഞ അവഗണനയാണ് ജീവിതത്തിൽ നേരിടേണ്ടി വന്നത്. രഘുവിന്റെ ഈ ജീവിത കാലഘട്ടവും കരളലിയിപ്പിക്കുന്നതാണ്. പ്രേക്ഷകരെ രസിപ്പിക്കുകയും ഒപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ക്ലൈമാക്സ് മരജനയുടെ പ്രത്യേകതയാണ്. മരജനയുടെ സംഗീതം അഭിഷേക് മേനോനും, ക്യാമറ വിനു മാടവനെയും, എഡിറ്റിംഗ് ലിൻസണും, PRO അയമനം സാജനും നിർവഹിക്കുന്നു. മേള രഘു, ഷിബു തിലകൻ, മധുശ്രീ, സജീവ്, സുമൻ, ജോബി എന്നിവർ അഭിനയിക്കുന്ന മരജന ഹോട്ട് ആൻഡ് സോർ എന്റർടൈൻമെന്റ് ചാനലിൽ നിങ്ങൾക്ക് കാണാം.